സാധനങ്ങളൊക്കെ മുകളിലത്തെ മുറിലേക്ക് എടുത്ത് വെക്കാം. സൗകര്യങ്ങളൊക്കെ കുറവാ. ഞാനൊരു കാൽപ്പെട്ടി ഒഴിച്ചു തരാം തുണികൾ വെക്കാൻ. ഓ, ഇതൊക്കെ തന്നെ ധാരാളാ. കൊള്ളാവുന്നൊരിടത്താണല്ലോ ആക്കി പോണെന്ന് തന്നെയാ വലിയൊരു സമാധാനം. പാമോനെ, മോൻ വരുന്നോ ചേച്ചിയുടെ അടുത്ത്? ആരാ വന്നിരിക്കണത് നീ കണ്ടില്ലേ രാധേ? ആരണംകുട്ടിയും ഭാര്യയാ. എവിടാ കുട്ടി? ഞാൻ അതിനെ കണ്ടിട്ടില്ല. എന്താ ഇങ്ങനെ ആരെ അറിയിക്കാണ്ട് ഒരു വരവ്? അത് ഏട്ടനല്ലമ്മേ, ഇവിടെ താമസിക്കാൻ വന്നോരാ. കുട്ടി അവരുടെയാ. എന്റെ പേര് ചന്ദ്രൻപിള്ള എന്നാ. നന്ദിനിക്ക് ഇവിടെ ടീച്ചറായി ജോലി കിട്ടി. നാരായണൻകുട്ടിയെ അറിയോ? അവന് ഗവൺമെന്റിലാ ജോലി. കേസരി യോഗ. അതാ അടിക്കടി കയറ്റം. അവനെ കാണുവോ? കാണാം. ഇടയ്ക്കിടയ്ക്ക് എഴുതാൻ പറയണം. അവന്റെ കാശൊന്നും ഇവിടെ ആർക്കും വേണ്ട. പറയോ? പറയാം. മതി. ഞാൻ ഉറങ്ങിപ്പോയി. നിങ്ങളെപ്പോഴാ അമ്പലത്തിൽ നിന്ന് വന്നേ? കൊറേ നേരായി, ഉണർത്തണ്ടെന്ന് കരുതി. കണ്ണം വല്ലതും കഴിച്ചിട്ടാണോ കിടന്നേ? അതെ. നന്ദിനിയും കൂടി ഇരുന്നോളൂ. വേണ്ട, നമുക്ക് ഒരുമിച്ചിരിക്കാം. ഞാൻ വിളമ്പി കൊടുക്കാം. അയ്യോ, അത് വേണ്ട. അമ്മ കണ്ട ഒക്കെ അശുദ്ധാക്കിന്ന് പറയും. ഇവിടെ അരി വെക്കണ പതിവില്ല. അമ്പലത്തിൽ നിന്ന് കിട്ടണ നേതിച്ചോറ് തന്നെ ധാരാളാ. കറവയുള്ളോണ്ട് തൈരും ഉണ്ടാവും. ഒക്കെ മോശാവും. ഇതൊന്നും നിങ്ങൾക്ക് ശീലം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ ഒരു ഭാഗ്യം. എന്റെ പ്രാർത്ഥന ഫലിച്ചു. നിത്യം കുളിച്ചുവിടാൻ ഒരു അമ്പലം ഉണ്ടല്ലോ. എനിക്ക് ഇതിലേക്ക് എന്നെ വിളമ്പിയാൽ മതി. കഥ കടിച്ചേക്കട്ടെ. ആ കുട്ടിയുടേത് നല്ല സ്വഭാവമാണെന്ന് തോന്നുന്നു. നിന്റെ ഭാഗ്യം. പാവം, ഇതുവരെ ആരും വന്നില്ല. ഞാനത് ചോദിക്കണമെന്ന് വിചാരിക്കുകയായിരുന്നു. എന്തേ പറ്റിയത്? അറിയില്ല, ഞാനൊന്നും ചോദിച്ചുമില്ല. അച്ഛൻ മരിച്ചു കുറച്ച് കഴിയണേന് മുമ്പ് ഏട്ടനും മരിച്ചു. അപകടമായിരുന്നു ഇത്രേ. അതിനുശേഷം അമ്മയ്ക്ക് ഈ ബുദ്ധിഭ്രമം തുടങ്ങിയത്. ഞാൻ വന്നതുകൊണ്ട് മിണ്ടാനും പറയാനും ഒരാളായല്ലോ എന്ന രാധയുടെ സമാധാനം. സ്കൂളിൽ പോകുമ്പോ കണ്ണനെ എന്ത് ചെയ്യുന്ന ഓർത്തായിരുന്നു എനിക്ക് വേവലാതി. എന്തായാലും കണ്ണനെ അവര് നോക്കിക്കോളൂ. അവന് പരിചയക്കുറവുണ്ട്. ഓ, അതൊക്കെ മാറിക്കോളും. നീ ഇവിടെ കിടക്ക്. വേണ്ട വേണ്ട, ഞാൻ താഴെ കിടന്നോളാം. ആ ജനലിന്റെ പാളി ഒന്ന് തുറന്നിടല്ലേ? അല്പം കാറ്റ് കയറട്ടെ. എന്തൊരു ഉഷ്ണം.
വാ മോനെ. നടന്നോ. ഞാൻ തൊഴുതിട്ട് വരാം. ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റില്ല. യാത്രയുടെ ബുദ്ധിമുട്ട് മാത്രമല്ല, പകരത്തിനൊരാളെ കിട്ടാനില്ല. പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. നന്ദിനിക്ക് പരിചയക്കുറവ് കാണും. എല്ലാത്തിലും ഒരു ശ്രദ്ധ വേണം. ഇവിടുത്തെ കാര്യങ്ങളോർത്ത് വിഷമിക്കണ്ട, സമാധാനമായിട്ട് പൊയ്ക്കോളൂ. ഞാൻ ഈ വഴി അങ്ങ് പോകും. ഉണ്ണാൻ വരില്ലേ? ഇല്ല, 2 ദിവസത്തേക്ക് ഒരു പകരക്കാരനെ ഏൽപ്പിച്ചാ പോകുന്നത്. അയാൾ ഇനി എന്തൊക്കെ കുഴപ്പമാണോ ഉണ്ടാക്കി വെക്കാന്നറിയില്ല. മുല കുടിച്ചോണ്ട് കിടന്നാലേ ഉറങ്ങൂ. ഒന്നും കിട്ടാനില്ല, എന്നാലും ചപ്പിക്കൊണ്ട് കിടക്കണം. സ്കൂളിൽ പോകുമ്പോഴാ പ്രശ്നം. കണ്ണം മാറിക്കോ ആവോ. കൊണ്ടുപോയാലും ബുദ്ധിമുട്ടാ. വീട്ടിൽ നിന്ന് ആരെങ്കിലും വരാന്ന് പറഞ്ഞതാ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അവിടുത്തെ കാര്യമൊക്കെ കുഴപ്പത്തിലാവും. 2 ചെറിയ കുട്ടികള്. കണ്ണന്റെ കാര്യമോർത്ത് നന്ദിനി വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ചിലപ്പോ കുറച്ച് കരയുമായിരിക്കും. അത് പരിചയക്കുറവുണ്ടാണെന്ന് കരുതിയാൽ മതി. രാധയെ ബുദ്ധിമുട്ടിക്കണല്ലോ എന്ന് ഓർക്കുമ്പോഴാ. എല്ലാത്തിനും ഒരാളല്ലേ ഉള്ളൂ. ഏയ്, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. സ്വന്തം വീടാണെന്ന് കരുതിയാ മതി. പിന്നെ അമ്മ വല്ലതുമൊക്കെ പറയും, അത് കേട്ടില്ല എന്നടിക്കുക. ചന്ദ്രേട്ടന് കിട്ടുന്ന ശമ്പളമൊക്കെ മോശ. 100-500 രൂപ കിട്ടും. അതുകൊണ്ട് എന്താകാൻ? അച്ഛന്റെ മരുന്നിന് എന്നെ തികയില്ല. വലിവ കൃഷിയും ഗുണമില്ല. പിള്ളേരുടെ കാര്യ കഷ്ടം. അവർക്കും ആവശ്യങ്ങളില്ലേ? വീട്ടിൽ നിന്ന പ്രാന്ത് പിടിക്കും. അതുകൊണ്ട് പകരത്തിനാണേലും വേണ്ടില്ലാന്ന് വെച്ച് പോകുന്നത്. നന്ദിനി, നന്ദിനി, ദാ നേരം വെളുത്തു, എണീക്ക്. മൊന്തേ കാപ്പി ഇരിപ്പുണ്ട്. കുട്ടിക്കുള്ള പാല് വേറെ കാച്ചണം. സംഗതി പാല് കൊടുത്തിട്ട് ഞാൻ അമ്പലത്തിലേക്ക് പോവും. വേഗം വരാം. നേരെ ഇത്രയ്ക്കായോ? ഞാൻ ഉറങ്ങിപ്പോയി. ആൺകുട്ടികളുടെ കരിയേ മോം എടുക്കണല്ലേ? അമ്മമ്മ അമ്മ പാല് തരാം. ആൺകുട്ടികൾക്ക് ദുശ്ശാഠ്യം കൂടും.